ചോറോട് ഗ്രാമപഞ്ചായത്ത് ആധുനിക സൗകര്യങ്ങളോടെ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഒക്ടോബർ 11 ഉച്ചയ്ക്ക് 2 മണിക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി. എ. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചോറോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കുകയുണ്ടായി. അതേ തുടർന്ന് താൽക്കാലികമായ ഒരു വാടക കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത്. തുടർന്നാണ് ചേന്ദമംഗലത്ത് ഗ്രാമപഞ്ചായത്തിന്റെ കൈവശമുള്ള ബഡ്സ് സ്കൂളും കൃഷി ഓഫീസും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം തീരുമാനിച്ചത്. തുടർന്ന് 2023 വിപുലമായ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു ഓഫീസ് കെട്ടിടം പണിയാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഏൽപ്പിച്ചു. ഈ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് പൂർണ്ണമായും പഞ്ചായത്തിലെ തനത് ഫണ്ടിൽ നിന്നാണ് ചിലവഴിച്ചത്. ചെറിയ ഒരു തുക CFC ഫണ്ടിൽ നിന്നും ചെലവഴിച്ചിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിൽ പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ഓഫീസ്, ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയ പ്രാഥമിക സൗകര്യങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജീവനക്കാർക്ക് സൗകര്യപ്രദമായി കൃത്യനിർവഹണം നടത്തുവാൻ ആവശ്യമായ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ ചുമതല ഏൽപ്പിച്ച ULCCS ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. നിർമ്മാണം പൂർത്തിയായ പുതിയ ഓഫീസ് കെട്ടിടം ഒക്ടോബർ 11 ഉച്ചയ്ക്ക് 12 മണിക്ക് വടകര MLA KK രമയുടെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി. എ. മുഹമ്മദ് റിയാസ് നിർവഹിക്കും. വിവിധ സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PP ചന്ദ്രശേഖരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് രേവതി പെരുവണ്ടിയിൽ, സെക്രട്ടറി സതീഷ് കുമാർ KV, K. മധുസൂദനൻ, C. നാരായണൻ മാസ്റ്റർ, ശ്യാമള പൂവേലി, റിനീഷ് KK, അബൂബക്കർ VP, പ്രസാദ് വിലങ്ങിൽ, പ്രിയങ്ക CP, മനീഷ് കുമാർ, TP അനീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തപ്പോഴാണ് സ്വന്തമായ കെട്ടിടം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായത്. ആ ഘട്ടത്തിൽ ആദ്യം ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറി. വാടക കെട്ടിടത്തിലേക്ക് മാറിയപ്പോൾ തന്നെ ഞങ്ങൾ അതിനാവശ്യമായ സ്ഥലം കണ്ടെത്താനുള്ള പ്രവർത്തനം ആരംഭിച്ചു. പക്ഷെ ന്യായമായ വിലക്ക് നല്ല സൗകര്യത്തോടു കൂടിയ സ്ഥലം കിട്ടാൻ പ്രയാസം നേരിട്ടപ്പോൾ നിലവിൽ ചോറോട് പഞ്ചായത്തിന്റെ കൃഷിഭവനും അതുപോലെ ബഡ്സ് സ്കൂളും ഒക്കെ പ്രവർത്തിക്കുന്ന ചേന്ദമംഗലത്ത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് തന്നെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചു. അതിനാവശ്യമായ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കി. എല്ലാ കാലത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെതായാലും മറ്റു തരത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും സർവ്വദേശീയമായും അംഗീകാരം നേടിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ പഞ്ചായത്തിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾക്കും അവിടെ പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോകുന്നത്. ഈ ഓഫീസിന്റെ ഉദ്ഘാടനം വരുന്ന 11-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് വടകര MLA ശ്രീമതി KK രമയുടെ അധ്യക്ഷതയിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയാണ്. ആ ഉദ്ഘാടന പരിപാടി നല്ല രൂപത്തിൽ അത് പഞ്ചായത്തിന്റെ ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്രയും തുടർന്ന് പഞ്ചായത്തിലെ വിവിധ വിഭാഗം ആളുകളുടെ കലാപരിപാടികളും ഉൾപ്പെടെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ ഓഫീസ് കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോകുന്നത്.